ഇത് മീഷോയിൽ നിന്ന് വാങ്ങിയ ഒരു ഓവർഫ്ലോ വാട്ടർ ടാങ്ക് അലാറമാണ്. വളരെ വില കുറവില്ല, അതായത് 300 രൂപയ്ക്ക് താഴെ മാത്രമേ ഇതിന് വിലയുള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് 2 പിൻ സോക്കറ്റിൽ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മളുടെ ഈ ബോക്സിനകത്ത് ഒരു ബോർഡുണ്ട്, പിന്നെ ഇതൊരു സെൻസറാണ്, പിന്നെ അത് കണക്ട് ചെയ്യാൻ കരുതി ഒരു ലോങ് വയർ തന്നിട്ടുണ്ട്. ഇത്രയാണ് ഈ 300 രൂപയ്ക്ക് അകത്ത് മാത്രമേ വില വരുന്നുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. ഓഫറുള്ള സമയത്താണെങ്കിൽ 200 താഴെ ഇതിന് കിട്ടുന്നതായിരിക്കും. ഇതിൽ ലെവലൊന്നും കാണിക്കത്തില്ല. ഫുൾ ആവുമ്പോൾ കട്ട് ഓഫ് ആവും. കട്ട് ഓഫ് അല്ല, സൗണ്ടാണ്, അലാറമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള സർക്യൂട്ടും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കാരണം നമ്മളിതിപ്പോൾ അല്ലാതെ നമ്മൾ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ നോക്കുകയാണെങ്കിൽ എല്ലാം 500 രൂപയ്ക്ക് മേളിലാണ് ഇതിൻ്റെ വരുന്നത്. ചൈനീസ് ബ്രാൻഡിന് പോലും നല്ല വിലയുണ്ട്. അതല്ല ബ്രാൻഡഡ് ആണ് വാങ്ങുന്നതെങ്കിൽ എല്ലാം 3000-4000 രൂപ വിലയുമുണ്ട്. അപ്പം ഇതിനകത്ത് എന്താണ് പർപ്പസ് എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ ചിലതിലാണെങ്കിൽ ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷെ ബാക്കി നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അലേർട്ടിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ, നോർമൽ ഒരു യൂസേജ് ഉള്ള ഒരാൾക്കാണെങ്കിൽ. ഇതിനകത്ത് സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ടും ഒരു ചെറിയ നമ്മളെ ടോയ്സിലൊക്കെ ഇരിക്കും പോലത്തെ ഒരു സ്പീക്കറാണ് വരുന്നത്. ടോയ് ഗണ്ണ് അങ്ങനെയൊക്കെയുള്ള കുട്ടികളുടെ ടോയ്സിലുള്ള സാധനം തന്നെയാണ്. അതിനകത്ത് ആകെ ഒരു ഈ സെൻസർ ഷോർട്ട് ചെയ്യാൻ കരുതി ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട്. അതിലാണ് വോയിസ് സേവ് ചെയ്തിരിക്കുന്നത്. അത് പ്രോഗ്രാമബിളാണ്. അതിലൊരു കോണ്ടാക്റ്റ് മാത്രമാണ് ഒരു റിലേ പോലെ ട്രിഗർ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് അത് വരുന്നത്. ഇത് ജസ്റ്റ് പവർ സപ്ലൈ ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 5 വോൾട്ട് വല്ലോ ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. 230 ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരിതാണ്. അതിനെയാണ് അവർ ഇങ്ങനെ വളരെ സിമ്പിളായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് കാണാം. ഇത് വാട്ടർ പ്രൂഫും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് വീടിനകത്ത് എവിടെയെങ്കിലും, അതായത് മോട്ടറിൻ്റെ സ്വിച്ചിൽ തന്നെ കണക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇത് എനിക്ക് തോന്നുന്നു 0.5 വളരെ കുറഞ്ഞ് നമ്മൾ പണ്ട് സ്റ്റാറിലൊക്കെ യൂസ് ചെയ്യുന്ന വയറാണ് വന്നിരിക്കുന്നത്. കോപ്പർ ഒന്നുമല്ല, അലുമിനിയം വയറാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എത്ര നാൾ കിടക്കുമെന്നൊന്നും അറിഞ്ഞൂടാ. നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല കോപ്പറിൻ്റെ വയർ വാങ്ങി ഇട്ടാൽ മതി. ഏറ്റവും ബെസ്റ്റ് ഒരു നെറ്റ്വർക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു പഴയ ടെലഫോണിൻ്റെ ഒക്കെ വയർ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അത് ഔട്ട്ഡോർ നന്നായിട്ട് കിടക്കുന്നതായിരിക്കും. ചില വീടുകളിൽ പഴയ ടെലഫോണിൻ്റെ വയറൊക്കെ കിടപ്പുണ്ടാവും. മിക്ക ഒരാഴ്ച കിട്ടാനൊക്കെ ആയിരിക്കും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇതിൽ വേറെ ഒന്നുമില്ല. ജസ്റ്റ് നമ്മളിത് 2 പിൻ ഇത് കൊടുക്കുക, ഈ സെൻസർ ടാങ്കിൽ ഘടിപ്പിക്കുക, ഈ വയറിലേക്ക് ഈ 2 വയറും തമ്മിൽ കണക്ട് ചെയ്യുക. ഇത് ഒന്നുമില്ലാതെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ വോയിസ് കേൾക്കുന്നതായിരിക്കും. അതാണ് ഇതിൻ്റെ പർപ്പസ്. ഞാൻ ടാങ്കിൽ കണക്ട് ചെയ്യുന്ന കാണിക്കുന്നില്ല. അത് ജസ്റ്റ് വേറെ ഒന്നുമില്ല. നമ്മൾ ഏറ്റവും മേളിൽ വെള്ളം ഉയർന്നു വരുമ്പോൾ ഇത് ഈ വന്ന് ടച്ച് ആവുന്നു, നമുക്ക് ഇതിലോട്ട് ഈ 2 ലൈനും ഷോർട്ടായി അലാറം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ് വരുന്നത്.